ഒരാൾ അയാളുടെ വികാരം സ്വയം തീർത്താൽ അവൻ ആരെ പോലെയാണ്? സ്വന്തം വികാരം സ്വന്തം തീർക്കുന്നവൻ ഇബ്ലീസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹറാമിൽ പ്രയോഗിച്ചാൽ ഇബ്ലീസാണ്. മനസ്സിലായില്ലേ? നഊദു ബില്ലാ. ഒന്നും ഉറക്കെ പറയടൂ, നഊദു ബില്ലാ, നഊദു ബില്ലാ. അവസ്ഥയോട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കണേ? അപ്പൊ അവൾക്ക് വികാരമുണ്ട്. വികാരമില്ലാതെക്കൂലല്ലോ. വികാരമുണ്ട്, പക്ഷേ കേൾക്കണില്ലേ? അപ്പോൾ പിന്നെ അവൾ ഈ വികാരം എങ്ങനെ ശമിപ്പിക്കും? സ്വയം ടോയ്സ് ഇട്ടാനുണ്ട്. ഈ ദിവസം, അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മയക്കുമരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കേട്ടപ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ചില കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവർ മിന്നൽ പരിശോധന നടത്തി. മയക്കുമരുന്ന് കിട്ടിയില്ല. ഏകദേശം കുട്ടികളുടെ ബാഗുകളിൽ നിന്ന് സെക്സ് ടോയ്സ് കിട്ടി. ഇതിനോട് ഈ മാസം ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരിയിൽ ഒരാൾ വന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഹറാം. ഈ കുട്ടികൾക്ക് എന്ത് ആവശ്യമില്ല? എന്ത് ആവശ്യമില്ല? ഭർത്താവിന് ആവശ്യമില്ല. അപ്പൊ കാലം ആരെ കയ്യിൽ? ശൈത്താന്റെ കയ്യിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനിയിപ്പോ പെണ്ണുങ്ങളെ കൊണ്ട് പോകേണ്ടി വരില്ല. യാത്ര പോകുമ്പോൾ അവന്റെ പെണ്ണും അവന്റെ പെട്ടിയിലുണ്ടാവും, സൂട്ട് കേസിൽ. അതിലൊന്ന് കാറ്റ് നിറച്ചാൽ മതിയാവും. പെണ്ണിനെ പോലെ ഉപയോഗിക്കാം. ഇഷ്ടം പോലെ സുലഭമായിട്ട് മാർക്കറ്റ് കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നഊദു ബില്ലാ എന്ന് പറയണ്ടു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെലവിന് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇടക്കിടക്കൊന്ന് വർക്ക്ഷോപ്പ് കയറ്റിയാണോ ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാവും. ഒന്നും വേണ്ട, ചെലവിനില്ല. ഓള് കേസ് കൊടുക്കൂല. പെണ്ണുങ്ങൾ കേസ് കൊടുത്ത് കുടുങ്ങിയോല് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് റോയിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് കുടുങ്ങിയോല് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ കേസ് കൊണ്ടേയിരിക്കും ഇവിടെ വരുന്നേ തന്നെ. എങ്ങനെയെങ്കിലും ഒന്ന് വേറെ ഓളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകുക. ബാക്കിലല്ല, ഫ്രണ്ടിലുണ്ട്. പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് കുടുങ്ങിയ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്നും സെക്സ് ടോയ്സിനെ കൊണ്ട് നടക്കുമ്പോണ്ടാവില്ല. അപ്പൊ വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് ശൈത്താൻ വരില്ല. അപ്പൊ ശൈത്താനായിരിക്കും.